ഞാനിന്ന് പേര് കേൾക്കുമ്പോൾ വളരെ രസമൊക്കെ ഉള്ള ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമായിട്ട് ഞാൻ വന്നേക്കുന്നത്. കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ. അപ്പം ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റം ചിക്കൻ ചുക്ക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഈ ഒരു ഐറ്റം ചെയ്ത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഗെയിൻ ചെയ്ത ഒരു ഇതുണ്ട് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്ന ഒരു ഇത്. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും സിമ്പിളാക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റേതായ ഒരു ടച്ചൊക്കെ കൊടുത്ത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുക. അപ്പം നമുക്ക് കൂടുതൽ ബോറടിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ ചുക്ക നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഞാൻ 3/4 കിലോ ചിക്കൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതൊരു കളറൊക്കെ നല്ല രീതിയിലേക്ക് നല്ല കളർ ഇതിന് കൊടുക്കും. പിന്നെ ചേർക്കാൻ പോകുന്നത് അല്പം മല്ലിപ്പൊടിയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഐറ്റം കുരുമുളക് പൊടിയാണ്. അല്പം കുരുമുളക് പൊടിച്ചത് ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമുക്ക് 2 സവോള നന്നായിട്ട് അരിഞ്ഞത് ഫ്രൈ ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് അവസാനം കറിവേപ്പിലയും ഒക്കെ ചേർത്ത് അല്പം പച്ചവെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ആ തിരുമ്മി പിടിപ്പിച്ച ചിക്കൻ, അതായത് ശ്രദ്ധിക്കുക, ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ടിട്ട് തിരുമുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കനിലേക്ക് ഇതിൻ്റെ ഫ്ലേവറെല്ലാം കൂടെ അബ്സോർവ് ആവും. അതുകൂടാതെ തന്നെ ഞാനിതിലേക്ക് അല്പം ജാതിപത്രി, ഏലയ്ക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇതെല്ലാം കൂടെ കൂടി, പെരിഞ്ചീരക ഇതെല്ലാം കൂടെ കൂടി ഞാൻ ഇടിച്ച ഒരു മിശ്രിതം, ചതച്ച മിശ്രിതം ഞാൻ ഈ ചിക്കനിലേക്കും ഈ മസാലയിലേക്കും ഒക്കെ വീണ്ടും ആഡ് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ആ ഫ്ലേവറൊക്കെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് വരും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കുകയാണ്. ഒരു 10 മിനിറ്റോളം ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് തിരുമും തോറും ആ ചിക്കനിലേക്ക് ഇതിൻ്റെ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റും ആ എരിവും ഒക്കെ ആ സ്മെല്ലും എല്ലാം കൂടി ഈ ചിക്കനിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആവും. എന്നിട്ട് നമുക്ക് ഒരു 2 മണിക്കൂറോളം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും നല്ലത് ആ സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് ചേരും. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ ചുക്കയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും, സ്മെല്ലും ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നന്നായിട്ട് തിരുമുകയാണ്. അപ്പോൾ 2 മണിക്കൂറോളം നമുക്കിത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് അല്പം ഉപ്പാണ്. ഉപ്പ് നമുക്ക് അധികമാകരുത്. ഉപ്പ് അധികമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അല്പം ഉപ്പൊക്കെ ചേർക്കുകയാണ്. ചേർത്തിട്ട് നമുക്ക് വീണ്ടും തിരുമ്മി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂറായി ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായി നമുക്ക് ഒരു കടായി നമ്മുടെ അടുപ്പത്തേക്ക് വെക്കുവാണ്, ഗ്യാസിലേക്ക് വെക്കുവാണ്. എന്നിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ചേർത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് വെളിച്ചെണ്ണ ചേർക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ കടായിലേക്ക് ചിക്കൻ ഇട്ടേക്കുവാണ്. അപ്പോൾ അത് ചെറിയ ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരും. ആ വെള്ളം പറ്റി നല്ലൊരു ഡ്രൈ പരുവത്തിലാകുമ്പോഴാണ് ചിക്കൻ ചുക്ക ശരിക്കും ചിക്കൻ ചുക്കയായി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു ഗ്രേവി പോലെ ഒരു ഐറ്റമായിട്ട് മാറും. എനിക്ക് ഡ്രൈ ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം. അപ്പം അത് വേവ് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക, അടിപിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പം കടായിയിൽ ആവശ്യത്തിന് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് ആ ജ്യൂസി ആയിട്ടുള്ള ഒരു ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതും ഈ മസാലയൊക്കെ ചേർന്ന് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഓളം എടുക്കും ഈ വെള്ളമൊക്കെ പറ്റി വരാൻ വേണ്ടി. നമുക്ക് തുറന്ന് തന്നെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇപ്പം ആ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഡ്രൈ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ഡ്രൈനെസ് ആവശ്യമുള്ള ആൾക്കാർ ഒരു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനിയും ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഞാനത് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അല്പം കൂടെ ആഡ് ചെയ്യാം. എരിവ് കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എരിവ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് കൂടെ പൊടിച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഞാനിതൊരു ചെറിയൊരു ബൗളിലേക്ക് ഇത് മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.